കൂട്ടുകാരോടൊപ്പം ചേർന്ന് ഐഫോൺ ഉപയോഗിച്ച് ഒരു സിനിമ ചെയ്യുന്നു. ആ സിനിമ കേരളത്തിൻ്റെ രാജ്യാന്തര മേളയിൽ മലയാളം സിനിമ ഇന്ന് എന്ന വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. ആ സിനിമ അതായത് കാമദേവൻ നക്ഷത്രം കണ്ടു എന്നുള്ള സിനിമയെക്കുറിച്ചാണ് പറയുന്നത്. സിനിമയുടെ സംവിധായകൻ നമ്മളൊപ്പം ഉണ്ട്. സിനിമയെക്കുറിച്ച് എങ്ങും മികച്ച അഭിപ്രായമാണ് കേൾക്കുന്നത്. ഇപ്പോൾ എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ കുറച്ചധികം ആൾക്കാർ പ്രത്യേകിച്ച് ഡ്രാമ സ്കൂളിൽ നിന്ന് പാസ് ഔട്ടായ നമ്മുടെ ഒരു 8 വർഷത്തോളം വർക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ബാനറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് അവരുടെ ഒരുപാട് ദിവസത്തെ പ്രയത്നവും ഏറൊന്നും മാറുന്ന സിനിമയെന്ന് സ്വപ്നം കണ്ടിട്ടുള്ള ഒരു പ്രയത്നത്തിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് നമ്മൾ IFFK നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ തണുത്ത മേളയുടെ സ്പെഷ്യാലിറ്റി അറിയാലോ, സ്ത്രീ പ്രാതിനിധ്യം കുറച്ച് കൂടുതലുള്ള ഒരു മേളയിൽ ഒരു ബാക്കി സ്ത്രീ സംവിധായകരോടൊപ്പം ഒരു സംവിധായക നിലയിൽ വന്ന് നിൽക്കുമ്പോൾ അതിലും ഒരുപാട് സന്തോഷം അഭിമാനമുണ്ട്. ഒരുപാട് ആൾക്കാർ നേരിട്ട് വന്ന് പറയുന്നുണ്ടായിരുന്നു ഈ സിനിമയെ പറ്റി. അപ്പോഴൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ഫീലിങ്സ് എന്തായിരുന്നു? പറഞ്ഞാൽ ഞാനിപ്പോൾ ലാസ്റ്റ് ഇയർ ഞങ്ങൾ നീലമുടി എന്ന് പറഞ്ഞൊരു സിനിമയായിട്ട് വന്നു. അതിൽ അഭിനേത്രിയായിട്ടായിരുന്നു വന്നത്. അപ്പോൾ ഇക്കൊല്ലം അതേ വേദിയിൽ സംവിധായകയായിട്ട് വന്ന് നിൽക്കുമ്പോഴും പിന്നെ കുറച്ച് കാലം മുന്നേ വരെ ഞാൻ IFFK വന്നിട്ടുള്ളപ്പോൾ സ്റ്റുഡൻ്റായിട്ടാണ് ആദ്യം വന്നത്. അപ്പം അവിടെ നിന്ന് ക്യൂയിൽ നിന്ന് വന്ന് നമ്മുടെ പടത്തിന് വേണ്ടി ഇപ്പം ആൾക്കാർ ക്യൂ നിന്ന് കാണുന്ന ആ കാഴ്ചയും അവരുടെ റെസ്പോൺസൊക്കെ കാണുമ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു സന്തോഷമൊക്കെ ഭീകരമാണ്. സിനിമ എടുക്കാനുണ്ടായൊരു പ്രചോദനം എന്താണ്? ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഫസ്റ്റ് കണ്ടന്റ് ആയിട്ട് ഒരു പത്ര കട്ടിങ് ആണ് കണ്ടിട്ടുള്ളത്. അതായത് ഒരു സ്ഥലത്ത് ഒരു പശുവിനെ ഒരാൾ സെക്സ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളൊരു ന്യൂസ്. അപ്പോൾ ആ ന്യൂസായിട്ട് നമ്മുടെ ഇപ്പം ടീമുണ്ട്. ആ ടീമിൻ്റെ അടുത്തേക്ക് ഫസ്റ്റ് കണ്ടന്റായിട്ട് ഇത് മുന്നോട്ട് വെച്ചു. അപ്പം അവരും സമാനമായിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസും ഒരുപാട് ന്യൂസും ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്നാണ് ഈ സിനിമയുടെ ഒരു കഥയുടെ ആശയം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം പിന്നെ എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ട് ഭയങ്കര ഓണായിട്ട് അതിനെ അപ്രോച്ച് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ സിനിമ ചെയ്യാൻ പറ്റിയത്. എത്ര പേരാണ് നിങ്ങളുടെ ഒരു ക്രൂ എന്ന് പറയുന്നത്? നമ്മൾ ഏകദേശം ഒരു 20 ആളുകൾക്ക് മേലെയുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഒരു 8 വർഷത്തോളമായിട്ടുള്ള ഒരു സംഘമാണിത്. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് ഗുഡ് ഫിലിംസ് മേക്സ് യുവർ ലൈഫ് ബെറ്റർ. അപ്പം അതിൽ വർക്ക് ചെയ്യുന്നവരൊക്കെയാണ് നമ്മൾക്കൊരു വർക്ക് വരുമ്പം നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ അതിലെല്ലാവിധ മേഖലയിലുള്ള ആൾക്കാരുണ്ട്. അതായത് സിനിമാറ്റോഗ്രാഫേഴ്സ് ഉണ്ട്, എഡിറ്റേഴ്സ് ഉണ്ട്, റൈറ്റേഴ്സ് ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്. അപ്പം എല്ലാ തരത്തിലുള്ള പൊട്ടൻഷ്യൽ ആൾക്കാരുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി മാത്രമേ നമുക്കൊരു പ്രശ്നമായിട്ടുള്ളൂ. സാമ്പത്തിക പ്രതിസന്ധിയാണോ പ്രധാനമായിട്ട് ഫേസ് ചെയ്ത ഒരു? സാമ്പത്തിക പ്രതിസന്ധിയാണ് എപ്പോഴും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം. പ്രത്യേകിച്ച് ഇൻഡിപെൻഡൻറ്റ് സിനിമയും കൂടെ ആകുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടൊന്ന് ഇതേപോലെ പ്ലാറ്റ്ഫോമുകളുടെ അഭാവമാണ്. ഇപ്പോൾ IFFK പോലുള്ളൊരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ നമുക്ക് കൊണ്ട് പറ്റുന്നത്. അപ്പോൾ പ്ലാറ്റ്ഫോമുകളുടെ അഭാവവും സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഭയങ്കര ഭീകരമായിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു സംഘത്തിൻ്റെ ഒരു ഊർജ്ജമാണ് ഇപ്പോൾ ഈ സിനിമ. തിരക്കാന്നറിയാം. അവസാനമായിട്ട് ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഭാവി പരിപാടി ഞാനിപ്പം PG ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെർഫോമിംഗ് ആർട്സിൽ. അപ്പം കുറച്ചധികം കാലമായിട്ട് നാടകം ചെയ്യുന്നവരാണ്. ആക്ച്വലി കൂടുതൽ പേരും നാടകക്കാരാണ്. ഞങ്ങൾ ഡ്രാമ സ്കൂളിൽ നിന്ന് പരിചയപ്പെട്ട സിനിമയെ സ്നേഹിക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ. അപ്പോൾ ഒരു നാടകക്കാരാണ് എല്ലാവരും. നാടകം ചെയ്യുന്നവരും നാടകം ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഇനിയും നാടകം ചെയ്യുന്നവരാണ്. അപ്പോൾ നാടകവും സിനിമയും ഒപ്പം ചെയ്യുന്നു. രണ്ടും ഒരുമിച്ച് ഭാവിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. താങ്ക് യു. ഓക്കെ.